ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ദിവസത്തെ ലഞ്ച് പ്രിപ്പറേഷൻസിൻ്റെ വീഡിയോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഗോബി ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്, ഒപ്പം തന്നെ ചില്ലി ഫിഷ്. ഇതും ചില്ലി ഫിഷ് ഞാൻ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഇതുവരെ കാണിച്ചിട്ടില്ല. ഗോബി ഫ്രൈ ഇതിൻ്റെ മുമ്പേ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ഫ്രൈഡ് റൈസിൽ എഗ്ഗ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എഗ്ഗും ഫിഷും തമ്മിൽ ചേരാത്ത രണ്ട് ഡിഷസാണ്. എഗ്ഗും ഫിഷും വിരുദ്ധാഹാരമാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ രണ്ടും എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല ഒന്നിച്ചിട്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ഫിഷ് ഉണ്ടാവുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. ഫസ്റ്റിൽ തന്നെ ഞാൻ ചെയ്യാൻ പോണത്, ഞാനിവിടെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് നല്ലപോലെ കുതിർത്താൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒരു അരമണിക്കൂർ കുതിർത്തിയ ശേഷം നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 1/4 വേവ് വരെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആവശ്യത്തിനുള്ള വെള്ളത്തിലോട്ട് പാകത്തിനുള്ള ഉപ്പും ഒപ്പം തന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ടൈം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഹാഫ് എടുത്തിട്ട് കുറച്ച് തിളച്ച വെള്ളവും മഞ്ഞളും കൂടി ഇട്ട് വെക്കണം. അതിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് പകുതി ആവശ്യമുള്ളൂ, ഒരുപാടൊന്നും ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് നേരെ ഫ്രൈഡ് റൈസിലോട്ടും അതുപോലെ തന്നെ ചില്ലിയിലോട്ടൊക്കെ കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഒരുപാട് വെജിറ്റബിൾസ് ആയാൽ മോനിക്കും അല്ലാതെ ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഒരു ക്യാരറ്റ്, ഒരു വലിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചില്ലിയിലോട്ട് എടുത്തതാണ്. അപ്പോൾ അതിൽ നിന്നും ലേശം എടുക്കണുള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസിലോട്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഈ ടൈം കൊണ്ട് തന്നെ വെജിറ്റബിൾസ് നന്നാക്കിയപ്പോഴത്തേനും ഇവിടെ റൈസ് കുക്കായിട്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുത്തു. ഇനി നേരെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴത്തേനും മോന് അവൻ്റെ കാറിന് എന്തോ പരിക്ക് പറ്റി, ഇതൊന്ന് ഒട്ടിച്ച് വരുമോയെന്നും ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ അതിൻ്റെ ടയറ് പൊട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവരോട് കളയാൻ പറഞ്ഞിട്ട് അവനോട് വെച്ച് കൊടുക്കാൻ ചെയ്തേ. അവൻ ശരിയാക്കാൻ പറ്റുമോ എന്ന് കുറേ ചോദിച്ചിട്ട് നിന്നു. പക്ഷെ പിന്നെ അവൻ പോയി, പറഞ്ഞയച്ചു. പിന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ ആദ്യം ചില്ലിയിലോട്ടുള്ളത് വലിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. വലിയ ഉള്ളി വലിയ പീസസ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്യുന്നതാണ് ചില്ലിയിൽ ഏറ്റവും കാണാനും ഭംഗിയുള്ളത്. പിന്നെ ഈ ഒരു ടൈപ്പിലാണ് അത് കട്ട് ചെയ്യേണ്ടത്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്സിക്കം വലിയ പീസസ് ആക്കിയിട്ടാണ് നമ്മുടെ ചില്ലിയിലോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പീസസ് ആക്കി മുറിച്ചിട്ട് ചോറിലോട്ടും പിന്നെ ക്യാരറ്റും അതുപോലെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബീൻസ് ഇല്ല. ബീൻസും അതുപോലെ സ്പ്രിംഗ് ഓനിയനും ഇല്ല. സ്പ്രിംഗ് ഓനിയൻ രണ്ടിലോട്ടും ആവശ്യമാണ്, ചില്ലിയിലോട്ടും ചോറിലും ആവശ്യമാണ്. അപ്പോൾ ഇതില്ലാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വെജിറ്റബിൾസൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി. അപ്പോൾ ഞാനിവിടെ ഫിഷ് ഓൾറെഡി മസാലയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഗോബി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. നല്ലപോലെ കോളിഫ്ലവർ ഒന്ന് കഴുകിയെടുക്കുകയാണ്. നല്ലപോലെ അതൊന്ന് വാഷ് ചെയ്ത് എടുത്ത ശേഷം ഇതിൽ മസാലയാക്കി വെക്കണം. അപ്പോൾ ഇതിന് മുമ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് മസാലയാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ടൈം കൊണ്ട് ഞാനിവിടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ശരിക്കും ഇതിലോട്ട് നമുക്ക് കോൺഫ്ലവറൊക്കെ ചേർത്തിട്ട് മസാലയാക്കിയിട്ടും ഫ്രൈ ചെയ്യാം. പക്ഷേ സാധാ പോലെ മസാലയാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലോട്ട് ഞാൻ കോളിഫ്ലവർ ഒന്ന് മസാലയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. കോൺഫ്ലവർ അത്യാവശ്യം ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ ഒരു എഗ്ഗും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല ആക്കി കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല, ഓൾറെഡി മഞ്ഞ കളർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്തില്ല. ആ സമയം ആകുമ്പോഴത്തേനും ഇവിടെ ഫിഷൊക്കെ ഒരു സൈഡായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് വലിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ട് കുറച്ച് അധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെജിറ്റബിൾസ് ഒന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, കുറച്ച് ഉള്ളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതിൽ നിന്നും ഒരു ലേശം കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇവിടെ ഫിഷൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി
ഫ്രൈഡ് റൈസിലോട്ട് ആവശ്യമായിട്ടുള്ള എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 5 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 അതൊന്ന് ഫ്രൈ ചെയ്തിട്ടപ്പോൾ കുറവാണെന്ന് തോന്നി വീണ്ടും കുറച്ചുകൂടി ഇട്ടു. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഇതുപോലെ ഉപ്പേരിയാക്കിയാണ് എടുത്തത്. നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലോട്ട് ഏകദേശം 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ സോയാ സോസ് മസ്റ്റാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൽ ചേർക്കേണ്ട ഒന്നാണ്. ഇനി അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള റൈസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം കുറച്ച് റൈസ് എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മോന് കൂടുതലായാലും അല്ലാതെ കഴിക്കില്ല. എഗ്ഗ് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ 3 ഫ്രൈ ചെയ്ത് ചേർത്തപ്പോൾ വളരെ കുറവാണെന്ന് തോന്നിയപ്പോൾ 2 കൂടി ഫ്രൈ ചെയ്തിട്ട് ഞാൻ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ ഫിഷ് ആവുന്നതുകൊണ്ട് തന്നെ കൂടുതൽ എഗ്ഗ് ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. 2 കൂടി ഒന്നിച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ. ഇനി ഇതിലോട്ട് സ്പ്രിംഗ് ഒനിയനാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയിലയുടെ തണ്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം കിടന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിടുകയാണ്. ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ചില്ലി ഫിഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ചില്ലി ഫിഷിന് വേണ്ടിയിട്ടുള്ള എണ്ണയിലോട്ട് ഞാൻ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കം എല്ലാം ഒന്നിച്ച് ചേർക്കുകയാണ്. സെപ്പറേറ്റായി ചേർത്തിട്ട് ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ അത് വാടി കിട്ടുന്ന ടൈം കൊണ്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി റെഡിയാക്കി വെക്കുകയാണ് നമ്മുടെ ചില്ലിയിലോട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വെജിറ്റബിൾസൊക്കെ വാടി വന്നതിന് ശേഷം അതിലോട്ടൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഹോട്ട് സോസ് ഒഴിക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ കുറച്ചേ ഉള്ളൂ, ഒരു പേരിന് മാത്രം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് 1 ടീസ്പൂൺ നിറയെ എടുത്തിട്ട് ആദ്യം ചേർത്തു. അപ്പോൾ അതെനിക്ക് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ശേഷം കുറച്ച് പഞ്ചസാര, ഒന്ന് ചെറിയൊരു മധുരം കൂടി ഇതിനാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഈ സമയമായപ്പോഴത്തേനും കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക തന്നെയാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ടൊമാറ്റോ പേസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. നമ്മളിതിൽ ടൊമാറ്റോ ചേർത്തിട്ടില്ല, മീനാവുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു പുളിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് കുറച്ചുകൂടി ചേർത്തിട്ട് ഇതിൽ ഫിഷ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ഇനി ഇതിൽ ഒരു സ്റ്റെപ്പ് കൂടി ഉള്ളത് സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോഴത്തേനും നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി പിന്നെ ഇതിലോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലിയില കൂടി ചേർത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് നമ്മുടെ ചില്ലി ഫിഷും ഇവിടെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു. ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ഗോബി ഫ്രൈ, പിന്നെ നമ്മുടെ ചില്ലി ഫിഷ്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നല്ല നല്ല കമൻസുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.